non-homogeneous differential equations solve ചെയ്യാനുള്ള മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിലെ കുറേ പ്രോബ്ലംസ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് കൂടുതൽ പ്രോബ്ലംസ് അതേ മെത്തേഡിൽ തന്നെ ചെയ്യാം. വേറൊരു ടൈപ്പാണ് ഡിറ്റർമിൻ ദ ഫോം ഓഫ് പെർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് y double dash minus 8y dash plus 25y equal to 5x cube into e raised to minus x minus 7 e raised to minus x. Second one, y double dash plus 4y equal to x cos x. So നമ്മളോട് ഇവിടെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല. പർട്ടിക്കുലർ സൊല്യൂഷന്റെ ഫോം ഗസ് ചെയ്യാൻ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ആർബിട്രറി കോൺസ്റ്റൻസ് എയും ബി ഒക്കെ ഉള്ള രീതിയിൽ തന്നെ മതി. എയുടെയും ബിയുടെയും വാല്യൂസ് ഒന്നും നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല. സോ നേരത്തെ ചെയ്തതിനേക്കാളും കുറച്ച് കുറവാണ് നമുക്കിവിടെ ആവശ്യമുള്ളൂ. സോ നമ്മുടെ ജി ഓഫ് എക്സിന്റെ ഫോർമാറ്റ് നോക്കിയിട്ട് പർട്ടിക്കുലർ സൊല്യൂഷന്റെ ഫോം നമ്മൾ ഗസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ആദ്യം ഇതിന്റെ ഓരോ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെയും കോംപ്ലിമെന്ററി ഫംഗ്ഷൻ YC കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ആൻസർ തെറ്റും എന്നുള്ളത് കൊണ്ട് ഏറ്റവും ആദ്യം നമ്മൾ അവരുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ y ഡബിൾ ഡാഷ് മൈനസ് 8y ഡാഷ് പ്ലസ് 25y ഈക്വൽ ടു 0 എന്നുള്ള അസോസിയേറ്റഡ് ഹോമോജീനസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷനെയാണ് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ, അതായത് ഇക്വേഷൻ എയിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ അതിന്റെ അസോസിയേറ്റഡ് ഹോമോജീനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതി. ഇനി ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ അറിയാം. ഇതിന്റെ ഓക്സിലറി ഇക്വേഷൻ m സ്ക്വയർ മൈനസ് 8m പ്ലസ് 25 ഈക്വൽ ടു 0. എമ്മിന്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ a ഈക്വൽ ടു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ യൂസ് ചെയ്യുന്നു. b ഈക്വൽ ടു മൈനസ് 8 and c ഈക്വൽ ടു 25. സോ m ഈക്വൽ ടു മൈനസ് b, സോ 8 പ്ലസ് ഓർ മൈനസ് b സ്ക്വയർ, മൈനസ് 8ന്റെ സ്ക്വയർ 64 മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു 25, അപ്പോൾ 100 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1, സോ 2. സോ m which is equal to 8 പ്ലസ് ഓർ മൈനസ്, ഇവിടെ റൂട്ട് മൈനസ് 36 എന്നാണ് കിട്ടുക, ഡിവൈഡഡ് ബൈ 2. സോ 8 പ്ലസ് ഓർ മൈനസ് i റൂട്ട് 36 ബൈ 2. റൂട്ട് 36 6 ആണ്. സോ 8 പ്ലസ് ഓർ മൈനസ് 6 ബൈ 2 i റൂട്ട് 6 i 6. ഓക്കെ, സോ നമുക്കിതിൽ നിന്നും 2 ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ 4 പ്ലസ് ഓർ മൈനസ് i 3 എന്ന് കിട്ടും. അപ്പോൾ ഇത് ആൽഫ പ്ലസ് ഓർ മൈനസ് i ബീറ്റ എന്നുള്ള ഫോമിലാണ്. ആൽഫ ഈക്വൽ ടു 4, ബീറ്റ ഈക്വൽ ടു 3. ഈ ഒരു ഫോർമാറ്റിലാണ് ഇത് കിടക്കുന്നത്. സോ ഇതിന്റെ ജനറൽ സൊല്യൂഷൻ അതിനെയാണ് YC എന്ന് വിളിക്കുന്നത്. e raised to alpha x into c1 cos beta x plus c2 sin beta x. So e raised to 4x into c1 cos 3x plus c2 sin 3x. ഇതാണ് ഇതിന്റെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. ഇത് യൂസ് ചെയ്തിട്ട് വേണം എന്തെങ്കിലും തരത്തിലുള്ള ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് വേണം YP ഗസ് ചെയ്യാൻ. ഇവിടെ അത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെയാണ്, എന്നാലും ഇത് ചെയ്താലായിരിക്കും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടുകയുള്ളൂ. ഇനി നോക്കാം. ഇവിടെ ജി ഓഫ് എക്സ് 5x ക്യൂബ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് മൈനസ് 7 ഇ റേസ് ടു മൈനസ് എക്സ്. നമുക്കിവിടെ ഒറ്റ നോട്ടത്തിൽ 2 ഫങ്ഷൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണമെന്ന് തോന്നും. g1 ഓഫ് എക്സും g2 ഓഫ് എക്സും. അതിന്റെ ആവശ്യമില്ല. നമുക്കിതിൽ നിന്നും ഇ റേസ് ടു മൈനസ് എക്സ് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 5x ക്യൂബ് മൈനസ് 7 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ്. സോ ഇത് 3rd ഡിഗ്രി പോളിനോമിയലാണ്. അതല്ലാണ്ട് ഇതൊരു 3rd ഡിഗ്രി പോളിനോമിയലും ഇതൊരു കോൺസ്റ്റന്റ് പോളിനോമിയലായിട്ട് സെപ്പറേറ്റ് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യം അവിടെ ഇല്ല. ഇതിനെ ഇങ്ങനെ എടുത്താൽ മതി. 5x ക്യൂബ് മൈനസ് 7 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ്. സോ ഇപ്പൊ ഇതിന്റെ ഫോർമാറ്റ് ഒരു 3rd ഡിഗ്രി പോളിനോമിയൽ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് എന്നുള്ള ഫോമിലാണ്. സോ YP ഗസ് ചെയ്യേണ്ടത് ax ക്യൂബ് പ്ലസ് bx സ്ക്വയർ പ്ലസ് cx പ്ലസ് e ഡി യൂസ് ചെയ്യുന്നില്ല ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ്. ഇനി നമുക്കിവിടെ YP കണ്ടുപിടിക്കാനൊന്നും പറഞ്ഞിട്ടില്ല, ഫോം ഗസ് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ നമുക്ക് അവിടെ നിർത്താവുന്നതാണ്. അപ്പൊ ഇതിവിടെ ഡയറക്റ്റ് ആയിട്ട് ഇതിൽ നിന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇൻ കേസ് YC ആയിട്ട് എന്തെങ്കിലും ഡ്യൂപ്ലിക്കേഷൻ വരികയാണെങ്കിൽ, ഇവിടെ cos 3x ഒക്കെയാണ്, sin 3x ആണ്. e raised to 4x into cos 3x ഉം e raised to 4x into sin 3x ആണ്. സോ ഇവിടെ ഡ്യൂപ്ലിക്കേഷൻ ഒന്നും വരുന്നില്ല.
അപ്പോൾ അതുകൊണ്ട് ഇവിടെ പ്രശ്നമൊന്നുമില്ല. ചില കേസുകളിൽ പ്രശ്നം വരാം എന്ന് മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഇത് ഡയറക്റ്റ് എഴുതിയവർക്കും 2 മാർക്ക് തന്നെ കിട്ടുന്നതായിരിക്കും. അടുത്തത് അതിൻ്റെ അസോസിയേറ്റഡ് ഹോമോജനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ y ഡബിൾ ഡാഷ് പ്ലസ് 4y ഈക്വൽ ടു 0. സോ m സ്ക്വയർ പ്ലസ് 4 ഈക്വൽ ടു 0. m സ്ക്വയർ ഈക്വൽ ടു -4. സോ m ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് i2. അപ്പം ഇത് വീണ്ടും ആൽഫ പ്ലസ് ഐ ബീറ്റ എന്നുള്ള ഫോമിൽ തന്നെയാണ്. ഇവിടെ ആൽഫ 0 ആണ്, ബീറ്റ 2 ആണ്, കോംപ്ലക്സ് റൂട്ട് ആണ്. സോ ഇതിൻ്റെ അസോസിയേറ്റഡ് ഹോമോജനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ YC കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ e റേസ് ടു ആൽഫ എക്സ്. അപ്പോൾ e റേസ് ടു 0x. അപ്പോൾ അത് 1 ആണ്. C1 cos ബീറ്റ എക്സ് C1 cos 2x പ്ലസ് C2 sin 2x. ഇതാണ് ഇതിൻ്റെ അസോസിയേറ്റഡ് ഹോമോജനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ ആയിട്ടുള്ള YC. ഇനി നമ്മുടെ g ഓഫ് എക്സിൻ്റെ ഫോർമാറ്റ് നോക്കാം. g ഓഫ് എക്സ് എന്നുള്ളത് x ഇൻറ്റു കോസ് എക്സ് ആണ്. സോ ഒരു ലീനിയർ പോളിനോമിയൽ, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ഇൻറ്റു കോസ് എക്സ് എന്നുള്ള ഫോർമാറ്റിലാണ്. അപ്പോൾ YP ഗസ് ചെയ്യേണ്ടത് AX പ്ലസ് B ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ഇൻറ്റു കോസ് എക്സ്. ഇനി സൈനിന് വേറെ വരണം. നമ്മൾ ഓൾറെഡി ആ ടേബിളിൽ പറഞ്ഞിട്ടുണ്ട്. CX പ്ലസ് E ഇൻറ്റു സൈൻ എക്സ്. ഇതാണ് YPയുടെ ഫോം. അപ്പോൾ AX കോസ് എക്സ്, B കോസ് എക്സ്, CX സൈൻ എക്സ്, E സൈൻ എക്സ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡ്യൂപ്ലിക്കേഷൻ ഒന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് തന്നെയാണ് ഇതിൻ്റെ YP. ഇനി നമുക്ക് മറ്റൊരു പ്രോബ്ലം ചെയ്യാം. ഡിറ്റർമിൻ ഇതുപോലെ തന്നെയാണ്. ഡിറ്റർമിൻ the form of a particular solution of ഒരു സെക്കൻഡ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻ നോൺ ഹോമോജനസ് വന്നിട്ടുണ്ട്. പ്ലസ് 14y ഈക്വൽ ടു 3x² മൈനസ് 5 sin 2x പ്ലസ് 8x ഇൻറ്റു e റേസ് ടു 6x. സോ കുറച്ച് വലിയൊരു g ഓഫ് എക്സ് ആണ് അവിടെ ഉള്ളത്. എന്നിരുന്നാലും നമുക്ക് ആദ്യം തന്നെ YC കണ്ടുപിടിക്കാം. അതിനുവേണ്ടി അസോസിയേറ്റഡ് ഹോമോജിനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ y ഡബിൾ ഡാഷ് മൈനസ് 9y ഡാഷ് പ്ലസ് 14y ഈക്വൽ ടു 0. അതങ്ങോട്ട് ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ അസോസിയേറ്റഡ് ഹോമോജിനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയി. ഇനി നമുക്ക് ഇതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ m സ്ക്വയർ മൈനസ് 9m പ്ലസ് 14 ഈക്വൽ ടു 0. എമ്മിൻ്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ യൂസ് ചെയ്യാം. a ഈക്വൽ ടു 1, b ഈക്വൽ ടു -9, c ഈക്വൽ ടു 14. സോ m ഈക്വൽ ടു 9 പ്ലസ് ഓർ മൈനസ് 81 ആണ്. മൈനസ് 9 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു 14 divided by 2 into 1. So 9 plus or minus 81 minus 4 into 56 divided by 2. Okay. ഇതിൽ നിന്നും 9 plus or minus root 25 ആണ്. So 5/2. ഇതിൽ നിന്നും m ഈക്വൽ ടു 9 പ്ലസ് 5/2 14/2 7 എന്നും 9 മൈനസ് 5/2 4/2 2 എന്നും നമുക്ക് കിട്ടും. സോ 2ഉം 7ഉം ഞാൻ ഓർഡറിൽ എഴുതിയെന്ന് മാത്രം. m ഈക്വൽ ടു 2,7. ഇതാണ് ഇതിൻ്റെ എമ്മിൻ്റെ റൂട്ട്സ്. 2 ഡിഫറെൻറ്റ് റൂട്ട്സ് ആണ്. സോ YC ഈക്വൽ ടു C1 e റേസ് ടു m1x. ഇത് m1ഉം ഇത് m2. ഇത് ഏത് ഓർഡർ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. C1 e റേസ് ടു 2x പ്ലസ് C2 e റേസ് ടു 7x. ഇതാണ് ഇതിൻ്റെ അസോസിയേറ്റഡ് ഹോമോജിനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആയിട്ടുള്ള YC കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ YC. ഇനി g ഓഫ് എക്സിലേക്ക് നോക്കാം. g ഓഫ് എക്സ് 3x². അതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. 5 sin 2x അതൊരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണ്. 8x ഇൻറ്റു e റേസ് ടു 6x ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ഇൻറ്റു എക്സ്പൊണൻഷ്യൽ എന്നുള്ള ഫോമിലാണ്. 3 ആളെയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം. ക്ലബ് ചെയ്യാൻ പറ്റിയവരാരും ഇല്ല.
ഇതൊരു ഫംഗ്ഷൻ, ഇത് മറ്റൊരു ഫംഗ്ഷൻ, ഇത് മറ്റൊരു ഫംഗ്ഷൻ, അങ്ങനെ മൂന്നായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. സെപ്പറേറ്റ് വേണമെങ്കിൽ എഴുതാം. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന yp1ന്റെ ഫോം സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആയതുകൊണ്ട് ax² + bx + c, ഇതുമായിട്ട് ഡ്യൂപ്ലിക്കേഷൻ ഒന്നുമില്ല, yc ആയിട്ട് ഡ്യൂപ്ലിക്കേഷൻ ഇല്ല. ഇനി അടുത്തത് sin 2x ആണ്, 5 sin 2x ആണ്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് yp2 ഇപ്പോൾ ഓൾറെഡി എ ബി സി യൂസ് ചെയ്തു, ഈ cos 2x പ്ലസ് എഫ് sin 2x. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ഇൻറ്റു e⁻6x ആണ്. സോ x + b ഓൾറെഡി ആ ഒരു ഫോർമാറ്റാണ് യൂസ് ചെയ്യേണ്ടത്, നമ്മൾ ഓൾറെഡി എഫ് വരെ എത്തി. സോ gx + h ഇൻറ്റു e⁻6x, ഇതാണ് yp3. സോ നമ്മുടെ ypയുടെ ഫോം ഇങ്ങനെയായിരിക്കും. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക, yp1 പ്ലസ് ഇതിലാരും ഇതുമായിട്ട് ഡ്യൂപ്ലിക്കേഷൻ വരുന്നില്ല, e⁻2x e⁻7x ആണ് അവിടെ ഉള്ളത്. സോ അതുമായിട്ടൊന്നും ഇവിടെ ഡ്യൂപ്ലിക്കേഷൻ വരാത്തത് കൊണ്ട് ഇവിടെ എക്സ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിങ്ങനെ തന്നെ ഡയറക്റ്റ് ആഡ് ചെയ്ത് വെച്ചാൽ മതി. ഈ cos 2x പ്ലസ് എഫ് sin 2x പ്ലസ് gx പ്ലസ് h ഇൻറ്റു, വേണമെങ്കിൽ അത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും പ്രോബ്ലം ഒന്നുമില്ല. ഇതാണ് ഇതിൻ്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ്റെ ഫോം. നമ്മളോട് പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല, ഫോം ഗസ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് എ പർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് y -2y' + y = e⁻x. സോ ആദ്യം തന്നെ ഇതിൻ്റെ അസോസിയേറ്റഡ് ഹോമോജീനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ y -2y' + y = e⁻x പകരം g(x) പകരം 0 കൊടുക്കുക. അതാണ് അസോസിയേറ്റഡ് ഹോമോജീനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇനി നമുക്ക് ഇതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ m² - 2m + 1 = 0. ഇത് പെട്ടെന്ന് തന്നെ നമുക്കറിയാവുന്നതാണ്, m-1² = 0 എന്നാണ്. അല്ലെങ്കിൽ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇതിൽ നിന്നും m = 1 എന്ന് കിട്ടും. ഡയറക്റ്റ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക. അതല്ലെങ്കിൽ a = 1, b = -2, c = 1. സോ m = 2 + or - 4 - 4 ഡിവൈഡഡ് ബൈ 4 × 1 × 1 എന്ന് വരും, ഡിവൈഡഡ് ബൈ 2. സോ 2 + 0/2 എന്ന് വരും. സോ 2 + or - 0/2, 2 + 0/2ഉം 2 - 0/2ഉം. സോ രണ്ടും 1 തന്നെ കിട്ടും. ഡബിൾ റൂട്ട് ആണ്, റിപ്പീറ്റഡ് റൂട്ട്സ് ആണ്, റിയൽ റൂട്ട്സ് ആണ്. സോ ഇതിൻ്റെ അസോസിയേറ്റഡ് ഹോമോജീനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ yc = c1 e⁻x. ഇനി റിപ്പീറ്റഡ് റൂട്ട് ആണ്, സോ c2x e⁻x. ഇതാണ് ഇതിൻ്റെ അസോസിയേറ്റഡ് ഹോമോജീനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ. ഇനി നമ്മുടെ g(x)ലേക്ക് നോക്കാം. g(x) ജസ്റ്റ് e⁻x ആണ്. നോർമലി നമ്മൾ ഗസ് ചെയ്യുക a e⁻x എന്നാണ്, പക്ഷെ അതിവിടെ ഓൾറെഡി ഇതിൻ്റെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ആണ്. e⁻x ഇവിടെ ഉണ്ട്, അതിൻ്റെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ആണ്. c1 e⁻x-ന്റെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ആണ്. സോ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മളൊരു എക്സ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുമായിട്ട് ഡ്യൂപ്ലിക്കേഷൻ വരും, ഇതിൻ്റെ ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ആണിത്. സോ ഒരു എക്സും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കണം. ax² e⁻x ആണ് നമ്മുടെ പർട്ടിക്കുലർ സൊല്യൂഷൻ yp. ഇപ്പോൾ ഡ്യൂപ്ലിക്കേഷൻ ഒന്നും ഇല്ല. ഇനി നമുക്ക് എയുടെ വാല്യൂ കണ്ടുപിടിക്കാം. yp' പ്രൊഡക്റ്റ് റൂൾ ആവശ്യമുണ്ട്. a × x² × e⁻x പ്ലസ് e⁻x × 2x എന്ന് വരും. സോ 2x e⁻x, ഇതാണ് yp'. ദെൻ yp" വരുമ്പോൾ ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തുന്നു. ഇവിടെ പ്രൊഡക്റ്റ് റൂൾ വേണം. x² × e⁻x പ്ലസ് 2x × e⁻x, ഇതിൻ്റെ കഴിഞ്ഞു. ഇനി ഇവിടെ വീണ്ടും പ്രൊഡക്റ്റ് റൂള് 2 കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ ഞാൻ 2x തന്നെ എടുക്കുന്നു. 2x × e⁻x പ്ലസ് e⁻x × 2x × 2 എന്ന് വരും. സോ 2 e⁻x. അപ്പൊ ഇതാണ് നമ്മുടെ yp'. ഇനി നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ y'. സോ yp' - 2yp' plus yp
equal to e raised to x. ഇതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സോ yp ഡബിൾ ഡാഷിലേക്ക് വരുമ്പോൾ ax സ്ക്വയർ implies ax സ്ക്വയർ e raised to x. ഇവിടെ 2x e raised to x, 2x e raised to x. So 4ax e raised to x plus 2a e raised to x. അപ്പോൾ yp ഡബിൾ ഡാഷ് ആയി മൈനസ് 2 ഇൻറ്റു yp ഡാഷ്. സോ ഇതിൻ്റെ കൂടെ 2 വരും. 2ax സ്ക്വയർ e raised to x. ഇവിടെ വരുമ്പോൾ -4, ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, -4ax e raised to x പ്ലസ് yp ax സ്ക്വയർ e raised to x ഈക്വൽ ടു e raised to x. അപ്പോൾ ഇവിടെ ax സ്ക്വയർ e raised to x, ax സ്ക്വയർ e raised to x, 2ax സ്ക്വയർ e raised to x ഉണ്ട്. ഇവിടെ -2ax സ്ക്വയർ e raised to x. സോ അതെല്ലാം ക്യാൻസലായി പോയി. ഇനി ഇവിടെ 4ax e raised to x, ഇവിടെ -4ax e raised to x. സോ അത് രണ്ടും ക്യാൻസലായിട്ട് പോയി. സോ നമുക്ക് അവിടെ ബാക്കി ആകെ ഉള്ളത് 2a e raised to x ഈക്വൽ ടു e raised to x. അപ്പോൾ അതിൽ നിന്നും 2a ഈക്വൽ ടു 1 implies a equal to 1/2. സോ നമുക്കതിൻ്റെ പെർട്ടിക്കുലർ സൊല്യൂഷനായി yp ഈക്വൽസ് a, അതായത് 1/2 x സ്ക്വയർ e raised to x. ഇതാണ് ഇതിൻ്റെ പെർട്ടിക്കുലർ സൊല്യൂഷൻ. ഇനി നമ്മളോട് അത്ര തന്നെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. ജനറൽ സൊല്യൂഷൻ വരുമ്പോൾ y ഈക്വൽ ടു ചോദിച്ചിട്ടില്ല, y ഈക്വൽ ടു yc പ്ലസ് yp അതെടുത്ത് എഴുതിയാൽ അതിൻ്റെ ജനറൽ സൊല്യൂഷനായി. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് ദി ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം. ഒരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതായത് അവിടെ ആർബിട്രറി കോൺസ്റ്റന്റ് സിയും C1 C2 അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുക. y ഡബിൾ ഡാഷ് പ്ലസ് y ഈക്വൽ ടു 4x പ്ലസ് 10 sin x. അപ്പം ഇതാണ് പിന്നെ ഇനീഷ്യൽ കണ്ടീഷൻസ്. y ഓഫ് പൈ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഈക്വൽ ടു 0. y ഡാഷ് ഓഫ് പൈ ഈക്വൽ ടു 2. ഇതാണ് ഇവിടുത്തെ ഇനീഷ്യൽ കണ്ടീഷൻസ്. അത് നമുക്ക് ലാസ്റ്റ് ആണ് ആവശ്യം. C1 C2 ഒക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ C1 C2 ആയിരിക്കും, സെക്കൻഡ് ഡിഗ്രി ആണ്. സോ നമുക്ക് C1 C2 അവിടെ ഉണ്ടായിരിക്കും. ജനറൽ സൊല്യൂഷനിൽ YCയിലായിരിക്കും അത് ഉണ്ടാവുക. അപ്പം അത് കണ്ടുപിടിക്കാൻ നമുക്ക് ഓൾറെഡി y കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ തന്നെ ആദ്യം അസോസിയേറ്റഡ് ഹോമോജീനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതുന്നു. അത് ഇതിൽ നിന്നും y ഡബിൾ ഡാഷ് പ്ലസ് y ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ, ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഓക്സിലറി ഇക്വേഷൻ m സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0. അതിൽ നിന്നും m സ്ക്വയർ ഈക്വൽ ടു -1, m ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് i എന്ന് കിട്ടും. സോ കോംപ്ലക്സ് റൂട്ടാണ് അവിടെ വരുന്നത്. ആൽഫ 0 ആണ്, ബീറ്റ 1 ആണ്. സോ ആൽഫ 0 ബീറ്റ 1. So yc equal to e raised to 0x into c1 cos x beta x plus c2 sin beta x. അത് 1 ആണ്. സോ yc ഇങ്ങനെയാണ് കിട്ടുക, c1 cos x plus c2 sin x. ഇനി നമ്മുടെ yp ഗസ് ചെയ്യാം. g of x കിടക്കുന്നത് 4x ലീനിയർ പോളിനോമിയൽ പ്ലസ് 10 sin x. സോ നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് yp1 ലീനിയർ ആയതുകൊണ്ട് ax പ്ലസ് b മതി. yp2 ഇങ്ങനെ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഒറ്റയടിക്ക് എഴുതാവുന്നതാണ്. ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു സൈൻ എക്സ് ആണ്. സോ നോർമലി നമ്മൾ സി ഓൾറെഡി എം ബി യൂസ് ചെയ്തുകൊണ്ട് നോർമലി സി കോസ് എക്സ് പ്ലസ് ഡി യൂസ് ചെയ്യുന്നില്ല. ഈ സൈൻ എക്സ് ഇങ്ങനെയാണ് നമ്മൾ എഴുതാറ്. പക്ഷേ ഇത് ഇവിടെ ഡ്യൂപ്ലിക്കേഷൻ ആണ്. കോസ് എക്സ് ഇവിടെ ഉണ്ട്, സൈൻ എക്സ് ഇവിടെ ഉണ്ട്. സോ നമുക്ക് ഇങ്ങനെ എടുത്താൽ പ്രശ്നമാണ്. ഇതിൻ്റെ ഒക്കെ കൂടെ ഒരു എക്സും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. സി എക്സ് കോസ് എക്സ്. സോ അത് ശ്രദ്ധിക്കുക. എക്സും അവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താലാണ് നമ്മുടെ കറക്റ്റ് yp ആവുകയുള്ളൂ. സോ yp1 പ്ലസ് yp2 നമുക്കിങ്ങനെ കിട്ടും. ax പ്ലസ് b പ്ലസ് cx കോസ് എക്സ് പ്ലസ് ex സൈൻ എക്സ്
ഇനി നമുക്ക് yp ഡബിൾ ഡാഷ് പ്ലസ് yp ഈക്വൽ ടു 0 അതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. yp ഡബിൾ ഡാഷ് കാണണമെങ്കിൽ ആദ്യം yp കാണണം. yp axന്റെ a c ഇൻറ്റു പ്രൊഡക്റ്റ് റൂൾ ആവശ്യമുണ്ട്. x ഇൻറ്റു കോസ് എക്സിൻ്റെ മൈനസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു 1 ആണ് വരിക എക്സിൻ്റെ. ദെൻ ഇവിടെ ഈ കോൺസ്റ്റൻറ്റ് എക്സ് ഇൻറ്റു സൈൻ എക്സിൻ്റെ കോസ് എക്സും ഇൻറ്റു സൈൻ എക്സ് ഇൻറ്റു 1 എക്സിൻ്റെ 1 ആണ് വരിക. ഇനി ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. yp ഡാഷ് ഈക്വൽ ടു എ പ്ലസ് എ മൈനസ് സി എക്സ് സൈൻ എക്സ് പ്ലസ് സി കോസ് എക്സ് ഇ എക്സ് കോസ് എക്സ് പ്ലസ് ഇ സൈൻ എക്സ്. ഇനി yp ഡബിൾ ഡാഷ് കാണാം. രണ്ട് സ്ഥലത്ത് പ്രൊഡക്റ്റ് റൂൾ ആവശ്യമുണ്ട്. എയുടെ 0 മൈനസ് സി കോൺസ്റ്റൻ്റ് ആണ്. എക്സ് ഇൻറ്റു കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു 1. ഇവിടെ സി കോസ് എക്സിൻ്റെ മൈനസ് സൈൻ എക്സ് ആയതുകൊണ്ട് മൈനസ് സി സൈൻ എക്സ്. ഇവിടെ വീണ്ടും പ്രൊഡക്റ്റ് റൂള് ഇ ഇൻറ്റു എക്സ് ഇൻറ്റു കോസ് എക്സിൻ്റെ മൈനസ് സൈൻ എക്സ് ആണ്. സോ മൈനസ് എക്സ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു 1 എന്ന് വരും. ഇപ്പുറത്ത് ഈ കോസ് എക്സ്. ഇതാണ് yp ഡബിൾ ഡാഷ്. ഇനി നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ yp ഡബിൾ ഡാഷ് പ്ലസ് yp ഈക്വൽ ടു 4x പ്ലസ് 10 സൈൻ എക്സ്. ഇതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഞാൻ സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള ലാസ്റ്റത്തെയാണ് എഴുതുന്നത്. നിങ്ങളൊന്ന് വെരിഫൈ ചെയ്താൽ മതി. ax പ്ലസ് ബി ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. 2c sin x ഒരുപോലുള്ള ടേംസ് ഒക്കെയും കമ്പൈൻ ചെയ്യുക, അത്രയേ ഉള്ളൂ. 2e cos x ഈക്വൽസ് 4x പ്ലസ് 10 sin x. ഇനി ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഉള്ള ടേംസുകളുടെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ a ആണ്, റൈറ്റ് സൈഡിൽ 4 ആണ്. സോ എയുടെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി ഇവിടെ കോൺസ്റ്റന്റ് ടൈം ലെഫ്റ്റ് സൈഡിൽ ബി ഉണ്ട്, റൈറ്റ് സൈഡിൽ കോൺസ്റ്റന്റ് ടൈം ഒന്നും ഇല്ലാത്തത് കൊണ്ട് ബി ഈക്വൽ ടു 0. അടുത്തത് സൈൻ എക്സിന്റെ കോഎഫിഷ്യന്റ് -2c, അപ്പുറത്ത് 10 ആണ്. സോ -2c ഈക്വൽ ടു 10, അതിൽ നിന്നും c ഈക്വൽ ടു -5. 10/-2 വിച്ച് ഇംപ്ലൈസ് c ഈക്വൽ ടു -5. ഇനി അടുത്തത് 2e ആണ് കോസ് എക്സിന്റെ ഇവിടുത്തെ കോഎഫിഷ്യന്റ്, അപ്പുറത്ത് ഇല്ല കോസ് എക്സിന്റെ ടേം. സോ 2e ഈക്വൽ ടു 0, അതിൽ നിന്നും e ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി നമ്മുടെ yp ഡയറക്റ്റ് ഈ വാല്യൂസ് ഒക്കെ കൊടുത്തിട്ട് yp എഴുതുക. yp ഈക്വൽ ടു എയുടെ വാല്യൂ 4 ആണ്. സോ 4x. ബിയുടെ വാല്യൂ നമുക്ക് അവിടെ ഇല്ല, ബി ഇല്ലാത്തത് കൊണ്ട് 0 തന്നെ. ഇനി -2c, c ഈക്വൽ ടു -5 ആണ്. അപ്പോൾ അതിൽ നിന്നും -5x cos x. സിയുടെ വാല്യൂ -5x cos x. ഈ അവിടെ ഇല്ലാത്തത് കൊണ്ട് അത് 0 ആയിട്ട് പോകും, സൈൻ എക്സിന്റെ ടൈം ഇല്ല. ഇനി y ഈക്വൽ ടു yc പ്ലസ് yp. yc നമുക്ക് കിട്ടിയിട്ടുള്ളത് c1 cos x പ്ലസ് c2 sin x ആണ്. ഇനിയിപ്പോൾ yp 4x മൈനസ് 5x cos x. അപ്പം ഇത്രയായി കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ. ഇനി നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാം. y ഓഫ് പൈ ഈക്വൽ ടു c1 c2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. y ഓഫ് പൈ ഈക്വൽ ടു 0 എന്ന് തന്നിട്ടുണ്ട്. y ഓഫ് പൈ ഈക്വൽ ടു 0. സോ ഇവിടെ എക്സിന് പകരം പൈ എന്ന് കൊടുക്കുക, വൈക്ക് പകരം 0, വൈക്ക് പകരം 0. c1 cos പൈ പ്ലസ് c2 sin പൈ പ്ലസ് 4 പൈ പ്ലസ് 5x ഇൻറ്റു കോസ് 5 പൈ ഇൻറ്റു കോസ് പൈ. ഇത് സിംപ്ലിഫൈ ചെയ്യാം. കോസ് പൈയുടെ വാല്യൂ -1 ആണ്. സോ c1 ഇൻറ്റു -1 പ്ലസ് c2 ഇൻറ്റു സൈൻ പൈ 0 ആണ്, പ്ലസ് 4 പൈ മൈനസ് 5 പൈ ഇൻറ്റു -1 എന്ന് വരും. സോ ഇങ്ങനെ കിട്ടും. 0 ഈക്വൽ ടു -c1 പ്ലസ് 4 പൈ പ്ലസ് 5 പൈ 9 പൈ എന്ന് കിട്ടും. അതിൽ നിന്നും c1 ഈക്വൽ ടു 9 പൈ എന്ന് നമുക്ക് കിട്ടും. c1 ഇങ്ങോട്ട് കൊണ്ടുപോകാം. c1 ഈക്വൽ ടു 9 പൈ. ഇനി c2 കൂടി കണ്ടുപിടിക്കണം. അതിനു വേണ്ടി
അടുത്ത ഇനീഷ്യൽ കണ്ടീഷൻ y dash of pi equal to 2 എന്നാണ് അടുത്ത ഇനീഷ്യൽ കണ്ടീഷൻ. സോ നമുക്ക് y dash ആവശ്യമുണ്ട്. y ഇതാണ്. സോ y dash ഈക്വൽ ടു c1 cos x ന്റെ മൈനസ് c1 sin x പ്ലസ് c2 sin x ന്റെ c2 cos x 4x ന്റെ 4. ഇവിടെ പ്രൊഡക്റ്റ് റൂൾ വേണം. 5 ഇൻറ്റു x ഇൻറ്റു മൈനസ് cos x ന്റെ മൈനസ് sin x. സോ മൈനസ് x sin x പ്ലസ് cos x ഇൻറ്റു 1. സോ നമുക്കിതൊന്ന് ഭംഗിയിൽ എഴുതാം. y dash ഈക്വൽ ടു മൈനസ് c1 sin x പ്ലസ് c2 cos x പ്ലസ് 4 പ്ലസ് 5x sin x മൈനസ് 5 cos x. ഇതാണ് y dash വരുന്നത്. ഇനി y dash of pi ഈക്വൽ ടു 2. സോ y dashന് പകരം 2, xന് പകരം pi. സോ മൈനസ് c1 sin pi 0 ആണ്. c2 cos pi പ്ലസ് 4 പ്ലസ് 5 pi sin pi. സോ sin pi 0 ആയതുകൊണ്ട് ആ ടൈം പോവും. മൈനസ് 5 cos pi. സോ ഇതിൽ നിന്നും sin pi 0 ആയതുകൊണ്ട് 2 ഈക്വൽ ടു c2 ഇൻറ്റു cos pi മൈനസ് 1 ആണ്. സോ മൈനസ് c2 പ്ലസ് 4 അതുപോലെ എഴുതുക. 5 pi ഇൻറ്റു sin pi 0 ആയതുകൊണ്ട് ആ ടൈം പോയി. മൈനസ് 5 ഇൻറ്റു cos piയുടെ വാല്യൂ മൈനസ് 1 ആയതുകൊണ്ട് പ്ലസ് 5 എന്ന് വരും. ഇതിൽ നിന്നും c2 ഈക്വൽസ് 9 മൈനസ് 2 അതിൽ നിന്നും 7 എന്ന് കിട്ടും. സോ c2 ഈക്വൽസ് 7. ഇനി ഒന്ന് എടുത്തെഴുതുക. y ഈക്വൽ ടു c1ന്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുള്ളത് 9 pi എന്നാണ്. 9 pi നമ്മുടെ ആദ്യത്തെ ഇതിലാണ് കൊടുക്കേണ്ടത്. 9 pi cos x പ്ലസ് 7 sin x പ്ലസ് 4x മൈനസ് 5x cos x. സോ ഇതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് y ട്രിപ്പിൾ ഡാഷ് തേർഡ് ഓർഡർ ആണ് പ്ലസ് y ഡബിൾ ഡാഷ് ഈക്വൽ ടു e raised to x cos x. സോ ഒരു തേർഡ് ഓർഡർ നോൺ ഹോമോജിനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ ആദ്യം അസോസിയേറ്റഡ് ഹോമോജിനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ y ട്രിപ്പിൾ ഡാഷ് പ്ലസ് y ഡബിൾ ഡാഷ് ഈക്വൽ ടു 0. ഇതാണ് അതിൻ്റെ അസോസിയേറ്റഡ് ഹോമോജിനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്സിലറി ഇക്വേഷൻ m ക്യൂബ് പ്ലസ് m സ്ക്വയർ ഈക്വൽ ടു 0. ഇത് നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. m സ്ക്വയർ കോമൺ ആയിട്ട് എടുക്കാം. ഇൻറ്റു m പ്ലസ് 1 ഈക്വൽ ടു 0. അതിൽ നിന്നും m സ്ക്വയർ ഈക്വൽ ടു 0 ഓർ m പ്ലസ് 1 ഈക്വൽ ടു 0. m സ്ക്വയർ ഈക്വൽ ടു 0 അതായത് m ഇൻറ്റു m ഈക്വൽ ടു 0. അതിൽ നിന്നും 2 റൂട്ട്സ് കിട്ടും. m ഈക്വൽ ടു 0,0 ഇവിടെ നിന്നും -1. സോ 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള റൂട്ടുകൾ അല്ല, 2 സെയിം, 1 ഡിഫറെൻ്റ്. അപ്പോൾ തേർഡ് ഓർഡർ ആണ്. ഇതിൻ്റെ yc വരുന്നത് റിപ്പീറ്റഡ് റൂട്ട്സ് c1 e raised to 0x. സോ e raised to 0 1 ആയതുകൊണ്ട് c1 പ്ലസ് c2 റിപ്പീറ്റഡ് ആണ് x ഇൻറ്റു e raised to 0x. e raised to 0x അത് 1 തന്നെയാണ്. അടുത്തത് c3 e raised to -x. സോ ഒന്ന് ഭംഗിയിൽ എഴുതാം. ഇവിടെ e raised to 0x e raised to 0 1 ആണ്. ഇവിടെ അത് തന്നെയാണ്. സോ c2x പ്ലസ് c3 e raised to -x. ഇതാണ് ഇതിൻ്റെ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ yc. ദെൻ g of x നോക്കാം. e raised to x ഇൻറ്റു cos x. സോ നോർമലി നമ്മൾ ഗസ് ചെയ്യേണ്ടത് yp ഈക്വൽ ടു a e raised to x cos x പ്ലസ് b e raised to x sin x. അതായത് ഇങ്ങനെ e raised to x ഇൻറ്റു a cos x പ്ലസ് b sin x. ഇതാണ് നമ്മൾ നോർമലി ഗസ് ചെയ്യുന്നത്. നോക്കാം, ഡ്യൂപ്ലിക്കേഷൻ ഒന്നും ഇവിടെ വരുന്നില്ല. സോ നമുക്ക് ഇനി ഇവിടെ ചേഞ്ചസ് ഒന്നും വരുത്തേണ്ട. yp ഡബിൾ ഡാഷും yp ട്രിപ്പിൾ ഡാഷൊക്കെ ആവശ്യമുണ്ട് ഇതിൽ yക്ക് പകരം റീപ്ലേസ് ചെയ്യുമ്പോൾ. അപ്പോൾ ആദ്യം yp ഡാഷ് കാണാം. പ്രൊഡക്റ്റ് റൂൾ ആവശ്യമുണ്ട്. e raised to x ഇൻറ്റു cos എക്സിൻ്റെ മൈനസ് സൈൻ എക്സ് പ്ലസ് cos x ഇൻറ്റു e raised to x. ആദ്യത്തെ ടൈമിൻ്റെ ആയി. b ഇൻറ്റു e raised to x ഇൻറ്റു cos സൈൻ എക്സിൻ്റെ cos x ആണ് വരുന്നത്. സോ e raised to x ഇൻറ്റു cos x പ്ലസ് സൈൻ എക്സ് ഇൻറ്റു
e raised to x. ഇനി yp ഡബിൾ ഡാഷ് കാണാം. അപ്പോൾ നമുക്കിവിടെ ഓരോ ടേമിനും പ്രൊഡക്റ്റ് റൂൾ ആവശ്യമുണ്ട്. ഇവിടെ മൈനസ് എ ഇൻറ്റു ഈ ഒരു ടേമിൻ്റെയാണ് പറയുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നിർത്താം. എ ഇൻറ്റു ഈ ടേമിൻ്റെ വരുമ്പോൾ മൈനസ് ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ എക്സിൻ്റെ കോസ് എക്സും, അടുത്തത് ഒരു മൈനസ് ഇവിടെ ഉണ്ട്, സൈൻ എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് തന്നെ വരും. സോ ഇ റേസ് ടു എക്സ് സൈൻ എക്സ്. ഇനി അടുത്തത് ഇവിടെ പ്രൊഡക്റ്റ് റൂൾ ആവശ്യമുണ്ട്. ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് എക്സിൻ്റെ മൈനസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ്. സോ ആദ്യത്തെ ടേമിൻ്റെ ആയിട്ടുള്ളൂ. ഇനി ബിയുടെ കൂടെ ഉള്ളവരുടെ കാണണം, അവിടെയും 4 ടേം വരും. ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് എക്സിൻ്റെ മൈനസ് സൈൻ എക്സ് ആണ് വരിക. സോ മൈനസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് എന്ന് വരും. ഇവിടെ സൈൻ എക്സ് ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ എക്സിൻ്റെ കോസ് എക്സ് എന്നും പ്ലസ് സൈൻ എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് എന്നും വരും. അപ്പോൾ നമുക്ക് കുറേ ടേംസ് ഉണ്ട്, കമ്പൈൻ ചെയ്യാൻ പറ്റുന്നവരുണ്ടോ എന്ന് നോക്കട്ടെ. yp ഡബിൾ ഡാഷ് ഈക്വൽ ടു എ ഇൻറ്റു ഇവിടെ മൈനസ് ഇ റേസ് ടു എക്സ് കോസ് എക്സ്, ഇവിടെ ഇ റേസ് ടു എക്സ് കോസ് എക്സ്. സോ ഈ 2 ടൈമും ക്യാൻസൽ ആകും. ഇവിടെ മൈനസ് 2 ഇ റേസ് ടു എക്സ് സൈൻ എക്സ് മാത്രമാവും. ഇത് രണ്ടും ക്യാൻസൽ ആവും, അപ്പുറത്തും ക്യാൻസൽ ആവാൻ ചാൻസ് ഉണ്ട്. പ്ലസ് ബി ഇൻറ്റു മൈനസ് ഇ റേസ് ടു എക്സ് സൈൻ എക്സ് ഉണ്ട്, ഇ റേസ് ടു എക്സ് സൈൻ എക്സ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ക്യാൻസലായി. ഇവിടെ നിന്നും 2 ഇ റേസ് ടു എക്സ് കോസ് എക്സ്. ഇനി yp ട്രിപ്പിൾ ഡാഷ് ആവശ്യമുണ്ട്, വീണ്ടും പ്രൊഡക്റ്റ് റൂൾ ആവശ്യമുണ്ട്. ഇവിടെ മൈനസ് 2a ഞാൻ കോമൺ ആയിട്ട് നിർത്തുന്നു. ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സോ ഇ റേസ് ടു എക്സ് സൈൻ എക്സ് തന്നെ കിട്ടും. ഇവിടെ 2b കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തുന്നു. ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് എക്സിൻ്റെ മൈനസ് സൈൻ എക്സ് ആണ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ്. സോ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി yp ട്രിപ്പിൾ ഡാഷ് പ്ലസ് yp ഡബിൾ ഡാഷ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് കോസ് എക്സ്. ഇതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സോ ഇതൊക്കെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒരുപോലെയുള്ള ടേംസ് ഒക്കെയും കമ്പൈൻ ചെയ്തതിന് ശേഷമുള്ളതാണ് ഞാൻ എഴുതുന്നത്. മൈനസ് 2a പ്ലസ് 4b ഇൻറ്റു ഇ റേസ് ടു എക്സ് കോസ് എക്സ്, ബാക്കി ടേംസുകളെല്ലാം ക്യാൻസൽ ആകും. പ്ലസ് മൈനസ് 4a മൈനസ് 2b ഇൻറ്റു ഇ റേസ് ടു എക്സ് സൈൻ എക്സ്. ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതും കമ്പൈൻ ചെയ്യാൻ പറ്റുന്നതും എല്ലാം ചെയ്തതിന് ശേഷമുള്ള സിംപ്ലിഫൈഡ് ഫോമാണ് ഈ കിടക്കുന്നത്. ഇനി നോക്കാം, നമുക്ക് ഇവിടെ ഇ റേസ് ടു എക്സ് കോസ് എക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലെ കോഎഫിഷ്യൻറ്റ് മൈനസ് 2a പ്ലസ് 4b, റൈറ്റ് സൈഡിൽ അത് 1 ആണ്. അപ്പുറത്ത് മൈനസ് 4a മൈനസ് 2b ഈക്വൽസ് ഇ റേസ് ടു എക്സ് സൈൻ എക്സ് ഇല്ലാത്തത് കൊണ്ട് അതിൽ നിന്നും 0 എന്ന് കിട്ടും. ഇനി നമുക്കിത് ഏതെങ്കിലുമൊക്കെ ഒരു ടേം എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്, എലിമിനേറ്റ് ചെയ്ത് കളയാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഇക്വേഷൻ 1 അതുപോലെ തന്നെ നിർത്തുന്നു. സെക്കൻഡ് ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 2 ഇൻറ്റു ഇക്വേഷൻ 2. ഇത് നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് 2a പ്ലസ് 4b ഈക്വൽ ടു 1. സെക്കൻഡ് ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 8a മൈനസ് 2b എന്നുള്ളത് മൈനസ് 4b ഈക്വൽ ടു 0 ഇൻറ്റു 2 0 തന്നെ. സോ ഇതിൽ നിന്നും ഇത് ആഡ് ചെയ്യുമ്പോൾ മൈനസ് 10a ഈക്വൽ ടു 1. അപ്പോൾ അതിൽ നിന്നും a ഈക്വൽ ടു മൈനസ് 1/10 എന്ന് കിട്ടും. ഇനി ഏതെങ്കിലുമൊക്കെ ഒരു ഇക്വേഷനിൽ കൊടുക്കുക. 4b ഈക്വൽ ടു 1 പ്ലസ് 2a ആണ് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്നും ഇവിടെ നിന്നും. സോ 1 പ്ലസ് 2 ഇൻറ്റു മൈനസ് 1/10 സിംപ്ലിഫൈ ചെയ്താൽ 1/5 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ a ഈക്വൽ ടു മൈനസ് 1/10, b ഈക്വൽ ടു 1/5. സോ yp നമുക്ക് കിട്ടും a e raised to x cos x, so minus 1/10 e raised to x cos x plus b e raised to x sin x, so 1/5 e raised to x sin x. നമ്മളോട് സോൾവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ജനറൽ സൊല്യൂഷൻ കാണണം. ജനറൽ സൊല്യൂഷൻ y ഈക്വൽ ടു yc പ്ലസ് yp. yc നമുക്ക് കിട്ടിയിട്ടുള്ളത് c1 പ്ലസ് c2x
C3 e raised to minus x ഇനിയിപ്പോൾ കിട്ടിയിട്ടുള്ളത് -1/10 e raised to x cos x plus 1/5 e raised to x sin x. സോ ഇതാണ് അതിൻ്റെ ജനറൽ സൊല്യൂഷൻ. ഇനി നമുക്കൊരു ഫോർത്ത് ഓർഡർ ചെയ്യാം. ഡിറ്റർമിൻ ദ ഫോം ഓഫ്, സോൾവ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, ഡിറ്റർമിൻ ദ ഫോം ഓഫ് എ പെർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ്, അതായത് YPയുടെ ഫോം ഗസ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സൊല്യൂഷൻ ഓഫ് y4' ആണ് പ്ലസ് y'' ഈക്വൽ ടു 1 - x² e raised to -x. സോ നമുക്ക് ഡ്യൂപ്ലിക്കേഷൻ എങ്ങാനും വരുന്നുണ്ടോ നോക്കാൻ വേണ്ടി YC കണ്ടുപിടിക്കണം. സോ അസോസിയേറ്റഡ് ഹോമോജീനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ y4th ഡെറിവേറ്റീവ് y4 plus y'' ഈക്വൽ ടു 0. ഓക്സിലറി ഇക്വേഷൻ വരുന്നത് m⁴ plus m³ ഈക്വൽ ടു 0. m³ കോമൺ ആയിട്ട് എടുക്കാം, m+1 ഈക്വൽ ടു 0. സോ ഇതിൽ നിന്നും നേരത്തെ പോലെ ചെയ്യുമ്പോൾ m ഈക്വൽ ടു 3 പ്രാവശ്യം 0, 1 പ്രാവശ്യം -1 ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതിൽ നിന്നും YC ഈക്വൽ ടു റിപ്പീറ്റഡ് C1 e raised to 0x 1 വരും, C2 x into e raised to 0x പ്ലസ് C3 x² into e raised to 0x. e raised to 0x ഒക്കെ 1 ആണ്. അപ്പോൾ ഈ 3 എണ്ണത്തിൻ്റെ കഴിഞ്ഞു. പ്ലസ് C4 e raised to -x. ഇതാണ് ഇതിൻ്റെ YC കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ YC വരുന്നത്. ഇനി YP ഗസ് ചെയ്യുമ്പോൾ ഏതെങ്കിലുമൊക്കെയും ഡ്യൂപ്ലിക്കേഷൻ വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കണം. ഓക്കെ, നമുക്ക് YP g of x കിട്ടിയിട്ടുള്ളത് 1 - x² into e raised to -x ആണ്. നമുക്ക് രണ്ടായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം, കാരണം ഇവിടെ 1 ലീനിയർ പോളിനോമിയലാണ്, കോൺസ്റ്റന്റ് പോളിനോമിയലാണ്. ഇവിടെ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഇൻറ്റു e raised to -x എന്നുള്ള രീതിയിലാണ് അവിടെ കിടക്കുന്നത്. സോ YP1 ഗസ് ചെയ്യേണ്ടത് 1ന് പകരമായിട്ട് നമ്മൾ സാധാരണ ഗസ് ചെയ്യുക A ആണ്, പക്ഷേ ഇവിടെ C1 ഉണ്ട്, അതുമായിട്ട് ഡ്യൂപ്ലിക്കേഷൻ ആണ്. സോ നമ്മളൊരു എക്സും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു, അപ്പോൾ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേഷനായി. സോ ഒരു എക്സും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇതിൻ്റെ ഡ്യൂപ്ലിക്കേഷനായി. പോരാ, ഒരു എക്സും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം, AX³ ആണ് നമ്മുടെ YP1. സോ അതൊന്ന് ശ്രദ്ധിക്കുക, AX³ ആണ് YP1. ജസ്റ്റ് 1 ആയതുകൊണ്ട് A എന്ന് എഴുതി കഴിഞ്ഞാൽ തെറ്റാണ്. നമ്മൾ നോർമലി അതാണ് എഴുതുക. ഇവിടെ എന്നുള്ളത് 1ന് പകരം A, ജസ്റ്റ് കോൺസ്റ്റന്റ്. ഇവിടെ നമ്മൾ എഴുതുക ഇപ്പോൾ A യൂസ് ചെയ്തുകൊണ്ട് BX² സെക്കൻഡ് ഡിഗ്രി ആണ്, CX + E into e raised to -x. ഇതാണ് നമ്മൾ നോർമലി എഴുതുക. A എന്നുള്ളത് C1ന്റെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ആണ്, ഒരു എക്സ് മൾട്ടിപ്ലൈ ചെയ്താൽ C2x കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ആണ്, ഒരു എക്സും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ C3x² കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ആണ്. സോ ഒരു എക്സും കൂടി മൾട്ടിപ്ലൈ ചെയ്താലാണ് നമ്മുടെ ഫസ്റ്റത്തെ കിട്ടുള്ളൂ. ഇനി YP2 ഇങ്ങനെ എഴുതണമെന്നില്ല, ഒറ്റയടിക്ക് എഴുതാവുന്നതാണ്. നോർമലി നമ്മൾ ഗസ് ചെയ്യുക BX² + CX + E into e raised to -x എന്നാണ് നമ്മൾ സാധാരണ ഗസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ e raised to -x ഉണ്ട്. സോ ലാസ്റ്റ് ടൈം ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത BX² + CX + E ഇവിടെ e raised to -x വരും. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. അപ്പം അത് ഈ C4 into e raised to -xന്റെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ആണ് ഇത് എന്നുള്ളത് കൊണ്ട് നമുക്ക് അവിടെ ഒരു എക്സും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. സോ YP2 എടുക്കേണ്ടത് BX² + CX + E into x into e raised to -x. ഇങ്ങനെയാണ് അവിടെ. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ BX³ e raised to -x plus CX² e raised to -x plus EX e raised to -x. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ YC-നായിട്ട് ഡ്യൂപ്ലിക്കേഷൻ ഒക്കെയും ഒഴിവായി. അപ്പം ഇങ്ങനെ വേണം YP2 ചൂസ് ചെയ്യാൻ. സോ YP1 plus YP2 AX³ plus BX³ e raised to -x. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. CX² e raised to -x plus EX e raised to -x. ഇതാണ് ഇതിൻ്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ്റെ ഫോം. നമുക്കിത് സോൾവ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, ഫോം എന്താണെന്ന് കണ്ടുപിടിക്കാനേ പറഞ്ഞിട്ടുള്ളൂ.